തമിഴ് എന്തെങ്കിലും ഒരു ഡയലോഗ് വെച്ചിട്ട് നീ തിരിച്ചു പറയാ വാരണായിരത്തിലെ ഡയലോഗ് ഞാൻ சொல்லியாகணும் இவ்வளோ அழகு நான் பார்த்துட்டே இல்லை அண்ட் ஐ எம் இன் லவ் வித் துலா தொட்டில் உன்னை வைத்து நிகர் செய்ய பொன்னை வைத்து മുന്തിനം முன்தினம் பார்த்தேனே ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നല്ലോ വെഡിങ്ങിനും. അത് ആരുടെ ഐഡിയ ആയിരുന്നു? ഇപ്പം എല്ലാം എവിടെയാണ് എവിടെയാണ് ബീച്ചിലെ കല്യാണം നടത്തണം, അതൊരു വൈകുന്നേരമായിരിക്കണം, പാട്ടുകൾ നമ്മൾ AR റഹ്മാന്റെ പാട്ടുകളൊക്കെ വെച്ചിട്ട് കല്യാണം കഴിച്ചു. നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണല്ലോ അന്നും ഇന്നും ഇത് എങ്ങനെയാ അതിന്റെ ആ ഒരു സീക്രട്ട് എന്താ? നമ്മൾ പ്രേമിക്കുന്ന സമയത്തുള്ള പോലെ അല്ലല്ലോ, എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരും. പല ആൾക്കാരും ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുമ്പോൾ അത് കൊടുക്കാൻ ഒരു മടി വിട്ടുകൊടുക്കാൻ ഒരു മടി, മേ ബി ഫ്രണ്ട്സിന് വേണ്ടി കൊടുക്കും. ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത് ഗിഫ്റ്റ് ചെയ്തായിരുന്നു കമ്മൽ മാങ്ങ, ഇങ്ങനെ മാങ്ങയുടെ മുട്ട് അങ്ങനത്തെ ഉള്ള ഒരു കല്ല് വെച്ചൊരു കമ്മല്. ഏറ്റവും ഞാൻ മേടിച്ചത് കുഞ്ചു പറഞ്ഞു ലിവർപൂൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ലിവർപൂൾ ടീം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ലിവർപൂൾ എന്ന് പറയുമോ അറിയില്ല, എനിക്ക് മനസ്സിലായില്ലോ. തലേ ദിവസം പറഞ്ഞു അതെ പടം അത്ര കൊള്ളത്തില്ല. ചുമ്മാ ഞാനിങ്ങനെ ഒരു ചുമ്മാ ക്രിക്കറ്റ് അറിയില്ല അതാ. തമിഴ് സീരിയലിലെ ആക്ട്രസിന്റെ കൂടെ ഉള്ള റീൽസ് ഒക്കെ അതിനും ഭയങ്കര ഫാൻസ് ഉണ്ട്, വൈറലാവും. ഇവർ ഒരുമിച്ചിരുന്നേ പേഴ്സണലി ഇൻബോക്സിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യും, എന്നാ പ്രേമ അന്ത പൊണ്ണു കൂടെ സുത്തിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞ ഉടനെ വേറെ പെണ്ണിനോട് സുത്തിട്ട് ഇരിക്കുക. പിന്നെ ചില ആൾക്കാർ പ്രേം സ്വാസിക കൂടെ ചിരിക്കുന്നേ ഇല്ല, ഹാപ്പി അല്ല, இந்த പൊണ്ണു കൂടെ ഭയങ്കര ഹാപ്പിയാ ഇരിക്കുന്നത്. ഇനി ഇപ്പം ചതുരം പോലുള്ള സിനിമകളോ അല്ലെങ്കിൽ അതുപോലുള്ള ഇന്റിമേറ്റ് രംഗങ്ങൾ വരുന്ന ചിത്രങ്ങൾ ഇനി സ്വാസിക മാരേജിന് ശേഷം ഇനി അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരികയാണെങ്കിൽ അത് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു. ഇനിയിപ്പോ വീണ്ടും ചെയ്യുന്നതിൽ എന്താ തെറ്റ്, അത് ചെയ്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു എനിക്കും നാളെ അങ്ങനെ സീനൊക്കെ വന്ന് ചെയ്യണ്ടേ, നീ പോയി ചെയ്യേ. ഓക്കെ, ഇപ്പം ബീച്ച് ഒരു ഡെസ്റ്റിനേഷൻ ആയിരുന്നല്ലോ വെഡിങ്ങിനും. അത് ആരുടെ ഐഡിയ ആയിരുന്നു? ഇപ്പം മാലയിട്ടു താലി എല്ലാം ഐഡിയ. ഈ ബീച്ചിലെ കല്യാണം നടത്തണം, അതൊരു വൈകുന്നേരമായിരിക്കണം, ഇങ്ങനെയായിരിക്കണം നമ്മുടെ കോസ്റ്റ്യൂംസും സ്റ്റേജ്, അതിന് ഇന്ന പാട്ടുകൾ വേണം. നമ്മൾ ഓൾറെഡി ക്രിസ്ത്യൻ ഹിന്ദു ആണല്ലോ, അപ്പം സ്വാഭാവികമായിട്ടും ഫാമിലി മെമ്പേഴ്സ്, എന്റെ അച്ഛൻ അമ്മ അല്ലെങ്കിൽ അങ്ങനെ കുഞ്ചുവിന്റെ അച്ഛൻ അമ്മ അല്ലാതെ കുറച്ച് മുതിർന്ന എന്റെ അമ്മൂമ്മ അമ്മ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പൊ എല്ലാവരും ഭയങ്കര മോഡേൺ ആയിട്ട് തിങ്ക് ചെയ്യണം എന്നുള്ളത് നിർബന്ധമില്ല. ചിലപ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഹേർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ആരെയും ഹേർട്ട് ചെയ്യാതെ നമ്മൾ ഒരു കസ്റ്റം ഹിന്ദുവും വേണ്ട ക്രിസ്ത്യനും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കടലിനെയും സൂര്യനെയും സാക്ഷി നിർത്തി ഞങ്ങള് ബീച്ച് എന്നുള്ള രീതിയിൽ കല്യാണം കഴിച്ചത്. അതും വൈകുന്നേരം. അപ്പൊ ഒരു കേരള അല്ലെങ്കിൽ മലയാളി കൾച്ചറും അല്ല, നോർത്ത് ഇന്ത്യൻ കൾച്ചറാണ്. അപ്പൊ അതും നമുക്ക് കുഴപ്പമില്ല, രണ്ടുപേർക്കും ഇതാവും. ഈവൻ കോസ്റ്റ്യൂം ആണെങ്കിലും ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. ഞാൻ പക്കാ ഹിന്ദു ബ്രൈഡ് പോലെ മുടിയൊക്കെ പിന്നിക്കെട്ടി അല്ലെങ്കിൽ ആ പട്ട് അങ്ങനെ സാരി എടുത്ത് അങ്ങനെയല്ല, ഒരു ദുപ്പട്ടയൊക്കെ ഞാൻ അതുകൊണ്ടാണ് കുറച്ചൊരു ഡിഫറെന്റ് ആയിക്കോട്ടെ. പ്രേമിന്റെ കോസ്റ്റ്യൂം ഒക്കെ അങ്ങനെ തന്നെ ചെയ്തു. പാട്ടുകൾ നമ്മൾ AR റഹ്മാന്റെ പാട്ടുകളൊക്കെ വെച്ചിട്ട് കല്യാണം കഴിച്ചു. അപ്പോ ആർക്കും ആരുടെയും ഇതില് അയ്യോ അങ്ങനെ ഇങ്ങനെ തോന്നാതെ ഇരിക്കാൻ വേണ്ടിട്ട് നമ്മൾ മാക്സിമം ശ്രമിച്ചു. എനിക്ക് തോന്നുന്നു റീൽസ് ആ ഒരു ടൈമില് ഈ ഇൻസ്റ്റഗ്രാം കുലുക്കാന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇതായിരുന്നു. റീൽസ് വൈറല്, ഫോട്ടോസ് വൈറല്, പിന്നെ സ്റ്റോറി, പല പല പേജ്. അന്ന് ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോൾ സ്വാസികയുടെ വെഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു നിങ്ങൾ പക്ഷെ അത് അങ്ങനെയൊന്നും നമ്മള് പക്ഷെ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല. നമ്മള് നോക്കുമ്പോ എന്താ, നമ്മളങ്ങനെ ഭയങ്കര വലിയ ആൾക്കാര് ഇവര് കല്യാണം കഴിക്കുന്നു എന്ന് കാത്തിരിക്കുന്ന ആൾക്കാരൊന്നും അല്ലായിരുന്നു. വെഡിങ്ങിനാണെങ്കിൽ പോലും നമ്മൾ കുറച്ച് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. 150 അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിന് മാത്രം, ക്ലോസ് ഫ്രണ്ട്സും ഫാമിലി മാത്രം വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ഭയങ്കര വൈറലാക്കാൻ വേണ്ടി ഒന്നും ചെയ്തതല്ല. ഞാൻ സത്യത്തില് പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ആകും. അതെ, നമുക്ക് നമ്മുടെ പ്രൈവറ്റ് മൊമെന്റ്സ് നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാർ കൂടെ ഉണ്ടാവണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഈവൻ സ്റ്റേജ് ഒക്കെ ആണെങ്കിലും അത്രയും ഭയങ്കര മിനിമൽ സ്റ്റേജ് ആയിരുന്നു, മിനിമൽ സെറ്റിംഗ്സ് ഡെക്കറേഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ആ ഒരു ഇതിൽ നമ്മൾ ആ ഒരു വൈബിലൊക്കെ പോവാന്ന് വിചാരിച്ചാണ്.
പക്ഷേ അതങ്ങ് വൈറലായി. കാരണം വെച്ചാൽ നമ്മള് സെലിബ്രിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് വേറൊരു ദിവസമായിരുന്നു വെച്ചത്. അപ്പൊ അന്നാണ് ഞാൻ എല്ലാ ആർട്ടിസ്റ്റുകളെയും വിളിച്ചത്. പക്ഷെ ആ ദിവസം എല്ലാവർക്കും വരാൻ പറ്റില്ല എന്നുകൊണ്ട് അവര് അന്ന് രാവിലെയാണ് സുരേഷ് ഏട്ടനും ദിലീപ് ഏട്ടനും ഈവൻ ശ്വേതാജി ഒക്കെ മാറ്റിയിട്ട് നമ്മൾ ഈ ദിവസം തന്നെ വരാന്ന് പറഞ്ഞത്. അപ്പം ഞാൻ നോക്കുമ്പോ ഭയങ്കര ടെൻഷനാണ്. കാരണം ഇത് അത്രയ്ക്കുള്ള ഒരു വലിയ സ്റ്റേജ് ഓഡിറ്റോറിയം ഒന്നും അല്ല, ഒരു ഔട്ട്ഡോർ അല്ലേ. അപ്പൊ സുരേഷ് ചേട്ടനൊക്കെ വന്ന് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അപ്പൊ മുതൽ സ്റ്റേജിൽ എനിക്ക് ടെൻഷൻ തുടങ്ങി. ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ആയ, എന്താ സംഭവിച്ചൊന്നും അറിയില്ല. ഞങ്ങൾ വീഡിയോ കാണുമ്പോഴാണ് ഓ ഇങ്ങനെയാണ് സുരേഷ് ചേട്ടൻ വന്നത്, ഓ അവിടെ നിന്ന് ഇത്ര പ്രശ്നം ഉണ്ടായില്ലേ ഇത് കാണുന്നത്. എനിക്കൊന്ന് ആ സ്റ്റേജിലാന്ന് തോന്നുന്നു സുരേഷ് ചേട്ടന്റെയും ശ്വേത ചേച്ചിയുടെ വീഡിയോ വൈറലാവുന്നതൊക്കെ. കാരണം അവരെല്ലാരും ഇന്ന് വരും എന്ന് അറിഞ്ഞില്ല. എല്ലാവരും വിചാരിച്ച അവര് 28-ന് അമ്മ മെമ്പേഴ്സിനെ വിളിക്കുന്ന ദിവസമായിരിക്കും. പെട്ടെന്ന് എല്ലാവരോട് സുരേഷ് ചേട്ടൻ വന്നു, അങ്ങനെ അവർ അപ്പോൾ സർപ്രൈസ്ഡ് ആയി പോയി. ഓക്കെ, ഇപ്പം നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണല്ലോ അന്നും ഇന്നും. ഇത് എങ്ങനെയാ അതിന്റെ ആ ഒരു സീക്രട്ട് എന്താ? എന്തെങ്കിലും ഈ ലോങ് ഡിസ്റ്റൻസിലുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഇവരുടെ ഒരു നല്ലൊരു അഡ്വൈസ് ഇല്ല, നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു എന്താ പറയാ ഒരു വിശ്വാസം ആണല്ലോ മെയിൻ ആയിട്ടുള്ള വേണ്ടത്. സോ അത് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, നമ്മൾ സ്നേഹിക്കുന്ന കാണിക്കല്ല, സ്നേഹിക്കുക. വി ആക്ച്വലി ഷുഡ് ലവ് ഈച്ച് അതർ. സോ അത് അങ്ങോട്ടോട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് പ്രശ്നം ഉണ്ടാവാറില്ല. ഈ ബാക്കി നീ പറയും, എന്റെ ഭാഗം പറഞ്ഞു. ഒരുപാട് പേരുണ്ടല്ലോ ലോങ് ഡിസ്റ്റൻസ്. എന്റെ അച്ഛനും അമ്മയും എനിക്കൊരു ലിവിങ് ഇതാണ്. അച്ഛൻ എത്രയോ വർഷമായിട്ട് ബഹ്റിനിലാണ്, അമ്മ ഇവിടെ നാട്ടിലാണ്. ഞങ്ങളൊക്കെ കുഞ്ഞായിരുന്നപ്പോഴേ മുതൽ അവര് ഇപ്പൊ നമ്മൾ മന്ത്ലി എങ്കിലും കാണുന്നുണ്ടല്ലോ. അച്ഛനും അമ്മയ്ക്ക് 2 വർഷത്തില് ഒരിക്കലാണ് വന്നിട്ട് ഒരു 3 മാസം സ്പെൻഡ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം അതൊക്കെ ഓൾറെഡി നമ്മൾ കാണുന്നത്. അപ്പം മെയിൻലി അതാണ്, നമ്മള് ഒരാളെ നമ്മള് ഓക്കെ കല്യാണം കഴിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ അയാളുടെ ജീവിതത്തിലേക്ക് കൂട്ടുകയാണെങ്കിൽ പിന്നെ നമ്മൾ അതിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഒരു സത്യസന്ധമായിട്ട് ഉണ്ടാവണം ആ ഒരു റിലേഷൻഷിപ്പ്. നമ്മൾ പ്രേമിക്കുന്ന സമയത്ത് ചിലപ്പോൾ മേ ബി പല രീതിയിലും നമ്മുടെ കാര്യങ്ങളെല്ലാം ഉണ്ടാവാം. പക്ഷെ ആഫ്റ്റർ മാരേജ് അതൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് നമ്മൾ എടുത്ത് അതൊരു സീരിയസ് റിലേഷൻഷിപ്പ് ആയിട്ട്, കാരണം അതൊരു ലോങ് ടേം സംഭവമാണ്. നമ്മൾ പ്രേമിക്കുന്ന സമയത്തുള്ള പോലെ അല്ലല്ലോ, എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട്, മെയിൻലി ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ എടുക്കണം. മാരേജ് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, അതൊരു റെസ്പോൺസിബിലിറ്റി ആണ്. അതെപ്പോഴും അത് ഈക്വൽ ആയിട്ട് നമ്മൾ എല്ലാ ദിവസവും അതിന്റെ മുകളിൽ പണിയെടുക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ മേ ബി അതിന്റെ ഒരു ആ ഫ്രഷ്നെസ് നഷ്ടപ്പെടും. അപ്പൊ നമ്മൾ എന്നും അങ്ങനത്തെ ഒരു കാര്യം മൈൻഡിൽ വെക്കണം. ഡെലിബറേറ്റ്ലി നമ്മൾ അത് മൈൻഡിൽ വെച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് തോന്നിയത്. ആൻഡ് ഈ പറഞ്ഞ പോലെ 2 ആൾക്കാരുടെയും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമാണെന്നുള്ളത് ഓൾറെഡി മനസ്സിലായി. അത് മാക്സിമം അത് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. എന്റെ കാര്യത്തിലാണെങ്കിൽ ഞാനിപ്പോ അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അങ്ങനെ പൂർണ്ണമായിട്ടും എനിക്ക് ആ ഒരു ഈ പ്രേമിന്റെ ക്യാരക്ടർ മൊത്തമായിട്ട് മനസ്സിലാക്കി അതിലേക്ക് ഞാൻ അഡാപ്റ്റ് ആയിട്ടില്ല. അത് ഇനി സമയം എടുക്കും, ഗ്രാജുവലി ആണ് അതാവുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വർഷം കഴിയുമ്പോൾ നമുക്കതൊരു നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ നമ്മുടെ കൈയും കാലും ഒക്കെ എങ്ങനെയാണോ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് അതേപോലെ അതൊക്കെ ഒരു വ്യക്തിയെ നമ്മൾ ഹാൻഡിൽ ചെയ്ത് പോകും. പക്ഷെ ഭയങ്കര ക്ഷമ വേണ്ട ഒരു കാര്യമാണ് കല്യാണം കഴിച്ച് കഴിയുമ്പോൾ. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ഒരുപാട് കാര്യത്തിൽ നമ്മൾ ക്ഷമ വേണം. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മൾ വിട്ടുകൊടുക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടാവും. എല്ലാ ആൾക്കാരും പറയും എന്റെ ഇഷ്ടം, എന്റെ അത്, എന്റെ ഇതെന്നൊക്കെ. പക്ഷെ അത് മാത്രം ഫോക്കസ് ചെയ്ത് പോയി നമുക്ക് ചിലപ്പം റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ചില കാര്യങ്ങളാവുമ്പോൾ നമ്മൾ ഈ എന്റെ ഇഷ്ടം എന്ന് പറയുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഒരു ചെറിയൊരു വേദന കൊടുക്കുന്നുണ്ടെങ്കിൽ മാക്സിമം അത് എല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മളത് മനസ്സിലാക്കിയിട്ട് ഓക്കെ ശരി എന്ന് ചെയ്യാൻ മാത്രം. അല്ലാതെ എൻ്റെ ഇഷ്ടം എങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ, ഇതാണ് എൻ്റെ ജീവിതം, എൻ്റെ ലൈഫ് എന്നുള്ളത് ആ ഒരു എന്താ പറയുക ഭയങ്കര അരഗന്റ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാതെ കുറച്ച് ജെന്റിൽ ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നത്. 2 പേരും അങ്ങനെ വിട്ടുകൊടുത്ത് ഒരു പോയിന്റിൽ എത്തുമല്ലോ. അത് എന്താ പറയാ നല്ലതാണ്, എപ്പോഴും അത് നല്ലതാണ്. നമുക്ക് ഇപ്പൊ നമ്മൾ എല്ലാ കാര്യത്തിലും അങ്ങനെയാണല്ലോ. ഇപ്പൊ ഞാനിപ്പം ഈ ഒരു വെറൈറ്റി മീഡിയയുടെ ഇന്റർവ്യൂവിന് വരുമ്പോഴും പല കാര്യങ്ങളും എനിക്ക് വേണ്ടി ഇവരും ടൈം ആണെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലാതെ 4 മണിക്ക് തന്നെ നിങ്ങൾ വന്നാലേ ഞാൻ ഇന്റർവ്യൂ എടുക്കുള്ളൂ എന്ന് ഭയങ്കരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല, ഇന്റർവ്യൂ നടക്കില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും അപ്പൊ അഭിനയിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഡാൻസ് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ എല്ലാവരുടെ അടുത്തും ഇതേപോലെയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഓക്കെ കുഴപ്പമില്ല പോട്ടെ എന്ന് പറയേണ്ടി വരും. അത് തന്നെയാണ് ഹസ്ബൻഡ്. പക്ഷെ പല ആൾക്കാരും ഹസ്ബൻഡ് അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുമ്പോൾ അത് കൊടുക്കാൻ ഒരു മടി, വിട്ടുകൊടുക്കാൻ ഒരു മടി. മേ ബി ഫ്രണ്ട്സിന് വേണ്ടി കൊടുക്കും,
അല്ലെങ്കിൽ കരിയറിന് വേണ്ടി കൊടുക്കും. പക്ഷെ ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ വരുമ്പോ അവരത് ഒരു ഈഗോ ഒരു ഈഗോ അതായിരിക്കാം മേ ബി ഈ വലിയൊരു പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നത്. ഓക്കെ. ഇപ്പൊ മാരേജിന്റെ വിശേഷങ്ങൾ കാരണം കുറെ 6 മാസത്തെ കാത്തിരിപ്പിന് ശേഷം കിട്ടിയതാണ്. അപ്പം അതിലിപ്പം ലുക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പം മേക്കപ്പ് ആണെങ്കിലും അഭിലാഷ് കല്യാണത്തിന്റെ വെഡിങ്ങിന്റെ അപ്പൊ അഭിലാഷിന്റെ മേക്കപ്പ് അതിനൊക്കെ ഒരുപാട് അപ്രിസിയേഷൻ കിട്ടി. നമ്മൾ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആള് ഓൾറെഡി പറഞ്ഞു നിങ്ങളായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. അപ്പൊ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു ആ ഒരു ഫംഗ്ഷൻ മൊത്തം ഹാൻഡിൽ ചെയ്തപ്പോ. അപ്പൊ എന്തായിരുന്നു ബാക്കി ആ ഒരു റെസ്പോൺസ്? മേക്കപ്പ് ലുക്ക് എല്ലാം റിക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാം കണ്ടു. അതന്നെ മേക്കപ്പ് ഒക്കെ സത്യം പറഞ്ഞാൽ എന്റെ കല്യാണം ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്ത് നടത്തിയത് ഒരാൾ അഭിലാഷാണ്. കുഞ്ചു പോലും അത്രയും ഒന്നും ഇൻവോൾവ് ആയിട്ടില്ല. അഭിയാണ് എന്റെ ഡ്രസ്സ്, എന്റെ ജ്വല്ലറി. കാരണം അമ്മ ആ സമയത്ത് കാല് ആക്സിഡന്റ് ആയിട്ട് ഇങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അധികം അങ്ങനെ ട്രാവൽ ചെയ്യാതിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ എനിക്ക് സ്വർണ്ണം, അച്ഛനാണെങ്കിൽ വന്നില്ല, ലീവ് കറക്റ്റ് ആ സമയത്ത് വരാൻ പറ്റില്ല. അപ്പൊ എനിക്ക് സ്വർണ്ണം എടുക്കാനും സാരി എടുക്കാനും ഒക്കെ എന്റെ കൂടെ വന്നത് ഞാൻ പറയും എപ്പോഴും എന്റെ അച്ഛനെ പോലെ എന്റെ കൂടെ വന്നത് അഭിലാഷാണ്. അപ്പൊ അവനാണ് ഞങ്ങൾ രണ്ടുപേരുടെയും ലുക്ക്, അത് ഇതിങ്ങനെ വേണം, സാരി ഇങ്ങനെ വേണം, കളറൊക്കെ അവൻ തന്നെയാണ് തീരുമാനിച്ചത്, ഇന്നത് തന്നെ വേണം എന്നൊക്കെ. സോ മൊത്തത്തിൽ ഒരു ഇൻവോൾവ്മെന്റ് കൂടുതൽ ഉണ്ടായിരുന്നത് അഭിലാഷിനാണ്. പിന്നെ പ്രേമിന്റെ ഡ്രസ്സ് ചെയ്തത് അമൽ എന്ന് പറഞ്ഞ പയ്യനാണ്. അപ്പൊ നമ്മള് ഫുള്ളി അവന് വിട്ടുകൊടുത്തു. നമ്മൾ അതിനകത്ത് ഇങ്ങനെ കൂടുതൽ അഭിപ്രായമൊന്നും പറയാതെ അമലിനെ അങ്ങ് വിട്ടുകൊടുത്തു. പിന്നെ എന്റെ അല്ലാത്ത സെക്കൻഡ് സാരി, അതായത് പ്രേം ട്രിവാൻഡ്രം ആയതുകൊണ്ട് മറ്റേ സെക്കൻഡ് സാരി തരണമല്ലോ, ഭർത്താവ് മേടിച്ചു തരുന്ന മറ്റേ പുടവ, അതുണ്ട്. അപ്പൊ അതൊക്കെ സെലക്ട് ചെയ്യാൻ പ്രേമിനെ ഹെൽപ്പ് ചെയ്ത് നിതിൻ എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് ഒരു സ്റ്റൈലിസ്റ്റ് ഉണ്ട്. അപ്പൊ നിതിനാണ് എന്റെ ഹൽദിയും അതൊക്കെ ചെയ്തത്. അപ്പൊ അങ്ങനെ എല്ലാവരെയും ഒരു ഇൻവോൾവ്മെന്റ്. അഭിലാഷാണ് എന്റെ മൊത്തം ഒരു ലുക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ വേണം, ഈ മുടി ഇങ്ങനെ വേണം, മറ്റത് വേണം, പൊന്നിയൻ ശെൽവം ഓർണമെന്റ്സ് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ഫുള്ളി ഇതിന്റെ പുറകെ ഒരു 2-3 മാസം പണിയെടുത്തത് അഭിലാഷാണ്. ഇപ്പൊ നിങ്ങൾ കുറച്ച് അത്യാവശ്യം നല്ല നല്ല ഫ്രണ്ട്സ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ നോർമലി ഒരു കല്യാണം കഴിയുമ്പോഴാണെങ്കിലും നമ്മൾ ആ ദിവസം കല്യാണ ദിവസം റാഗിങ് കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ പണി കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട് നോർമലി. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പണി കിട്ടി? ഞാനൊരു റീല് കണ്ടു, അതല്ലാതെ വേറെ എന്തെങ്കിലും റാഗിങ്സോ കാര്യങ്ങളോ? ഉറങ്ങാൻ നോക്കുന്നത് അതുപോലെ കസിൻസ് മാത്രം, ഇവിടെ കസിൻസ് മാത്രം ഇതുപോലെ കീ എവിടെ ഒളിപ്പിച്ചു വെച്ചു, ഈ ചൂട് തണുപ്പ് എന്ന് പറയത്തില്ലേ, കീ തപ്പിയെടുക്കാൻ വേണ്ടി. അങ്ങനെ അല്ലാതെ വേറെ റാഗ് ചെയ്തില്ല. കാരണം ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തലേദിവസം പൂൾ പാർട്ടിയാണ് ഞങ്ങൾ വെച്ചത്. അപ്പൊ അതുകൊണ്ട് പൂളില് ചാടി എല്ലാവരും ടയർഡായി. ബീച്ചിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹാളിൽ വന്നിട്ട് ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ടയർഡായി. അതുകൊണ്ട് റാഗിങ്ങിനൊന്നും ആർക്കും സമയം ഉണ്ടായിരുന്നില്ല. എന്റെ കസിൻസ് മാത്രം കുറച്ചൊരു പരിപാടി ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് അവരങ്ങനെ ചെയ്തു, അത്രേ ഉള്ളൂ. ഗിഫ്റ്റ് ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് ചെയ്തായിരുന്നു? ഞാനോ? കമ്മല് മേടിച്ചു. ഇങ്ങനെ മാങ്ങയുടെ മുട്ട് അങ്ങനത്തെ ഉള്ള ഒരു കല്ല് വെച്ചൊരു കമ്മല്. അതൊരു ഗിഫ്റ്റ്. അത് പക്ഷെ എന്തിനാ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള റിലേഷൻഷിപ്പ് അങ്ങനെ ആയ പോലും ഇല്ല. പക്ഷെ നമുക്ക് ചെറിയൊരു എന്താ പറയാ, ഒരു അറ്റാച്ച്മെന്റ്, ഒരു ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് മേടിച്ചാണ്. ആക്ച്വലി ഞാൻ എനിക്ക് തോന്നുന്ന ആ സമയത്ത് സൂപ്പർ മാർക്കറ്റ് അല്ല, ഞാൻ വെളിയിൽ പോയിരുന്നു. ആ ദിവസം ചേട്ടൻ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ റോഡിൽ കൂടെ, റോഡ് സൈഡ് സാധാരണ ഒരു കമ്മല, റോഡ് സൈഡിൽ കാണുന്ന കമ്മലാണ് ആക്ച്വലി. അപ്പൊ ചേട്ടൻ കൂടെ നടന്ന ഇവിടെ കടയിൽ പോയി. അപ്പൊ ഞാനിത് കണ്ടപ്പോ ഓക്കെ മേടിച്ച് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ ചേട്ടൻ ഇത് എത്ര റേറ്റ് ആയി, അപ്പൊ തന്നെ കണ്ടു മേടിച്ചു, പോക്കറ്റ് ഇട്ടു. ഇത് ആർക്കും അറിയില്ല, ഇത് എങ്ങനെ മേടിച്ചു എപ്പോ മേടിച്ചത് ആർക്കും അറിയില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കൊടുത്തു. നമ്മള് ഈ റീലൊക്കെ കണ്ടിട്ടില്ലേ, അതായത് ബോയ്സിനെ പ്രൈസ് ചെയ്തിട്ടുള്ള റീലാ. അതായത് സ്ട്രീറ്റില് കുറെ കമ്മലൊക്കെ നിൽക്കുന്നു. അപ്പം ബോയ് ഇങ്ങനെ കമ്മല് സെലക്ട് ചെയ്തിട്ട് അവന്റെ ഗേൾ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാ ബോയ്സും അങ്ങനെ ചെയ്യാറില്ല. അതെ അതെ. അല്ല ഇതാ പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു യാത്ര പോയപ്പോ കണ്ടപ്പോ എനിക്ക് മേടിച്ചു തരാൻ തോന്നുന്നത് മേ ബി മനസ്സിൽ ഒരു ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ. അല്ലാതെ അന്നൊന്നും ഞങ്ങൾ ഭയങ്കരമായിട്ട് പ്രണയത്തിലേക്ക് ആയിട്ടില്ല. അപ്പൊ അങ്ങനെ കണ്ടപ്പോ മേടിച്ചു. ഞാനും സർപ്രൈസ്, ഞാൻ കൊള്ളാലോ. ഞാൻ അപ്പൊ തന്നെ അത് ഇട്ടു. ഞാൻ ആ സമയത്ത് ചെന്നൈ ഹാഫ് ഡേ ഷൂട്ട് കഴിഞ്ഞ് ചെന്നൈ ബിഗ് ബോസിന്റെ ഫിനാലേക്ക് ഡാൻസ് ചെയ്യാൻ പോകുന്ന സമയമായിരുന്നു. അപ്പൊ ഷൂട്ട് ഹാഫ് ഡേ കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഈ കമ്മല് മേടിച്ചിട്ട് ഞാനും പോയി. പിന്നെ നമ്മൾ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. എന്താ അങ്ങനെ മേടിച്ചു തരാൻ തോന്നിയേ എന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങനെ ഓരോ സംസാരം പറയുമ്പോ അപ്പൊ എന്താ തോന്നി ചോദിക്കുമ്പോ
അങ്ങനെ തോന്നി. നമുക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവില്ലേ? ഓക്കെ, എന്തുകൊണ്ടാ ഇഷ്ടം എന്ന് ചോദിക്കാൻ എന്തുകൊണ്ടാ അറിയില്ല, അതൊക്കെ അറിയില്ല. ഇഷ്ടം ആണ്, അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു പോയി. പെട്ടുപോയതാ പെട്ടുപോയത് ഇഷ്ടപ്പെട്ടു പോയതാ. ഇഷ്ടപ്പെട്ടു പോയി. ഇഷ്ടപ്പെട്ടു പോയി. Correct പക്ഷെ ആയിട്ട് ഈ വന്നില്ല. ഈ വന്നില്ല. അതാ, തിരിച്ചെന്താ ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്തു. സിനിമ ഡയലോഗ് ഇല്ലേ മറ്റേ ഇതിനാലെ പിടിച്ചെടുക്കുക. അവളതാ ഞാൻ തിരിച്ചൊന്ന് വാങ്ങിച്ചു ആദ്യമായിട്ട് ഞാൻ ഈ ഇഷ്ടമൊക്കെ ആയതിനു ശേഷം മേടിച്ചു കൊടുത്തത്. ഞാൻ അങ്ങനെ ചുമ്മാ ഒന്നും മേടിച്ചു കൊടുക്കാൻ ചുമ്മാ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അതൊക്കെ. ഞാൻ നമ്മള് നോർമൽ, അതായത് ആ ഒരു ഇഷ്ടം പറഞ്ഞ് നമ്മുടെ റിലേഷൻഷിപ്പിലായി അങ്ങനെ കൺഫേം ആയതിനു ശേഷമാണ്, അപ്പോഴാണ് ആ ബർത്ത്ഡേ വന്നത്. അപ്പൊ ബർത്ത്ഡേ വന്ന സമയത്ത് പക്ഷെ ഞാൻ ആ സമയത്തൊക്കെ എനിക്ക് എപ്പോഴും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മേടിച്ചു കൊടുക്കാനാണ് ഇഷ്ടം. ആദ്യമൊക്കെ ഏറ്റവും ഞാൻ മേടിച്ചത് കുഞ്ചു പറഞ്ഞു ലിവർപൂൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ലിവർപൂൾ ടീം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ലിവർപൂൾ എന്ന് പറഞ്ഞു അറിയില്ല, എനിക്ക് മനസ്സിലായില്ലോ. പറഞ്ഞു കൊടുക്കുക. ഫുട്ബോൾ ക്ലബാണ്, ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ ക്ലബാണ്. അതറിയില്ല. അപ്പൊ ഞാൻ ലിവർപൂൾ പിന്നെ ഇങ്ങനെ ചോദിച്ചിട്ടാണ്, പിന്നെ ഞാനിങ്ങനെ എന്താണ് ലിവർപൂൾ, പിന്നെ ഞാൻ അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇതാണ് ലിവർപൂൾ ഫുട്ബോൾ അത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിന്റെ ഈ സാധനങ്ങൾക്കൊക്കെ ഇത്രയും വിലയാണ്, അത് നമ്മുടെ നാട്ടിലൊന്നും കിട്ടില്ല എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ആമസോണിൽ നോക്കിയപ്പോ ലിവർപൂളിന്റെ ഒരു കപ്പ് കണ്ടു. അപ്പൊ ഞാൻ വെച്ചോ ഇതാണ് ലിവർപൂൾ എന്ന് ഞാൻ മേടിച്ചു കൊടുത്തു. അത് ചുമ്മാ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കപ്പിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയായിരുന്നു ലിവർപൂളിന്റെ. അപ്പൊ ഞാനത് മേടിച്ചു കൊടുത്ത വഴി ഞാൻ വിചാരിച്ചു ഭയങ്കര സന്തോഷമാവും, കാരണം ഞാൻ ലിവർപൂൾ ആണല്ലോ മേടിച്ചത്. അപ്പൊ കുഞ്ചിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ലിവർപൂളിന്റെ എന്ത് സാധനം, കീ ചെയിൻ ആയിക്കോട്ടെ, ജേഴ്സി ആയിക്കോട്ടെ, അതിന്റെ മഗ് ആയിക്കോട്ടെ, എന്തും എന്റെ ഫേവറേറ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ വെച്ചാൽ ഭയങ്കര സന്തോഷമാവും. നോക്കുമ്പോഴേ അത് വന്ന് രണ്ടാമത്തെ ദിവസം തന്നെ പൊളിഞ്ഞു പോയി. അപ്പൊ അത്ര ഒരു ഡ്യൂപ്ലിക്കേറ്റ് ശരിക്കും. അതൊക്കെ മേടിക്കണമെങ്കിൽ അതിന്റേതായിട്ടുള്ള അറിവ് വേണം. അപ്പൊ അതാണ് ഞാൻ ആദ്യം മേടിച്ചത്. ഫ്ലോപ്പ് ആയി പോയത് ലിവർപൂളിന്റെ സാധനങ്ങളാണ്. പിന്നെ അഗൈൻ ഒരു ബർത്ത്ഡേ വന്നപ്പോ ഇതുപോലെ പെർഫ്യൂം മേടിച്ചു കൊടുത്തു, അതും ഫ്ലോപ്പായി. പിന്നെ ഞാൻ ഈ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്നത് പകരം പെയിന്റിങ്സ് അല്ലെങ്കിൽ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ തുറക്കുമ്പോൾ തന്നെ പല പല ലെയർ വരുന്നു, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയി. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓക്കെ വാല്യൂബിൾ ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ കുറച്ച് വില കൂടിയ സാധനം ഫോൺ എന്നൊക്കെ പറഞ്ഞ പോലെ മേടിച്ചു കൊടുത്തു തുടങ്ങിയത്. ഓക്കെ, എന്തായാലും നിങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു സ്വാസിക. ജസ്റ്റ് അതൊന്ന് നമുക്ക് ആക്ട് ചെയ്ത് കാണിച്ചു തന്നു. ഇപ്പൊ തമിഴ് സീരിയലാണല്ലോ കൂടുതലും ചെയ്യുന്നത്. അവിടെ ഭയങ്കര ഫാൻസ് ഒക്കെയാണ്, സ്ത്രീകളുടെ ലേഡീസ് ഫാൻസ് ഒക്കെ. അത് നമ്മൾ പറയില്ല, ചില സ്ത്രീകൾക്ക് ദേഷ്യപ്പെട്ട് എപ്പോഴും ഒരു ആംഗ്രി കലിപ്പന ഇഷ്ടമാണെന്ന് പറയുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് കുറെ ചേച്ചിമാരോ അല്ലെങ്കിൽ ആൾക്കാർ വന്നിട്ട് നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുന്ന ലുക്കാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ പറയും. ചിരിക്കരുതെന്നൊക്കെ. അപ്പം എന്തായാലും നമുക്ക് തമിഴ് എന്തെങ്കിലും ഒരു ഡയലോഗ് വെച്ചിട്ട് വാരണായിരത്തിലെ ഡയലോഗ് പറഞ്ഞു കൊടുക്കുക. എന്നാലും പറയും, കോമന്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്ററിയില്ല കാണാതെ നീ എല്ലാം നിർബന്ധിക്കുന്ന ആളാണ്. കോമന്റ് ചെയ്യാം. ഹേയ് സ്വാസിക, നീ ഇവളോ അഴക്, ഞാനിത് സൊല്ലിയാകണം, നീ അവളോ അഴക്, ഇവളോ ഒരു അഴക്, ഇവളോ ഒരു അഴക് ഞാൻ പാത്തിട്ടേ ഇല്ല. അത്ര പറഞ്ഞാൽ മതി. പാട്ടൊക്കെ ഇത് സൊല്ലിയാകണം, നീ അവളോ ഒരു അഴക്, ഇവളോ ഒരു അഴക് ഞാൻ പാത്തിട്ടേ ഇല്ല. ആ ശരി ശരി. ഞാൻ சொல்லியாகணும், இவ்வளோ அழகு நான் பார்த்துட்டே இல்லை, and I'm in love with you. പൂ വന്നത് ഞാൻ അറിയില്ല, ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ ഇടയിൽ ഡയലോഗ് തെറ്റിച്ചു, ഡയലോഗ് വിട്ടുപോയി. തിരിച്ചെന്തായിരുന്നു റിപ്ലൈ അതിനകത്ത് ഇല്ലല്ലോ. പിന്നെ അടുത്ത പാട്ടല്ലേ ഓക്കെ. നമ്മള് മറ്റ് വിവേകാനന്ദൻ വൈറലാണ്. ആ സിനിമയുടെ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്തും ഷൈൻ ചേട്ടൻ ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നുണ്ട് സ്വാസികയുടെ കല്യാണമാണ്. അപ്പൊ സ്വാസിക മിണ്ടോണ്ടിരിക്കും. ഷൈനാണ് ആ കല്യാണത്തിന്റെ ആദ്യം ന്യൂസ് വിട്ടത്. 23 പറഞ്ഞോണ്ട് ആൾക്കാരെല്ലാം 23 എവിടെ പോയത്, എങ്ങോട്ടോ പോയി ഡേറ്റ് അപ്പൊ തെറ്റിച്ച് പറഞ്ഞു. അതിന് ഓർമ്മയില്ല ഡേറ്റ് എപ്പോഴാണ്. പക്ഷെ കല്യാണം അന്ന് എല്ലാരും അറിഞ്ഞു, കാരണം ഞാൻ അന്നാണ് എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുത്തത് ഇന്റർവ്യൂവിന് വന്നപ്പോ.
അപ്പം പക്ഷെ നിങ്ങൾ ഇങ്ങനെ കുറച്ച് സീക്രട്ട് ആക്കാൻ ഉദ്ദേശിച്ചു, പക്ഷേ സീക്രട്ട് ആയില്ല. secret പ്രൈവറ്റ് ആക്കാൻ ഉദ്ദേശിച്ചു, സീക്രട്ട് അതന്നെ. പിന്നെ അല്ല, അതാണ് ആദ്യമേ പറയണ്ട. കാരണം ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സുഖം പോകും, ഒരു സുഖം പോവല്ലോ എന്ന് വിചാരിച്ച അങ്ങനെ. കാരണം ഞങ്ങൾ അതുകൊണ്ടാണ് എൻഗേജ്മെന്റ് നടത്തിയില്ല, സേവ് ദി ഡേറ്റ് നടത്തിയില്ല, ഒന്നും നടത്തിയില്ല. ഡയറക്റ്റ് കല്യാണം. ഇപ്പം സിനിമയുടെ പ്രൊമോഷൻ എന്ന് പറഞ്ഞല്ലോ, 4 years ആയിട്ട് ഡേറ്റ് ചെയ്തു, കല്യാണം കഴിഞ്ഞു. ഇപ്പം സ്വാസികയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടർ ഏതാണ് സ്വാസിക ചെയ്തത് സിനിമകളിൽ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയാണ് ആദ്യം തിയേറ്ററിൽ പോയി കാണുന്നത്. ഇതിന് മുമ്പുള്ള പടം ഒന്നും കാണാൻ ഏതെങ്കിലും വിവേകാനന്ദൻ വൈറലായി സിനിമ കാണാൻ പോകുന്ന സമയത്ത് അവിടെ വെന്യൂവിന് എന്തോ പ്രശ്നമുണ്ട്, പോയി വെന്യൂ ഒക്കെ മാറി നമ്മുടെ വെഡിങ്ങിന്റെ ആ സമയത്ത്. അത് പ്രോബ്ലം ആയതുകൊണ്ട് പറഞ്ഞു ഈ സമയത്താണ് സിനിമയ്ക്ക് പോകുന്നത്, പോയി വെന്യൂ എവിടെ വെന്യൂ കാര്യം ഞാൻ ട്രിവാൻഡ്രത്ത് കൊച്ചിയിലെ വെന്യൂ ഞാൻ പോയി നോക്കണം, ഞാൻ ഫോൺ വിളിച്ച് നോക്കണം, ഈ സമയത്താണ് സിനിമയ്ക്ക് പോകുന്നത്, പോയി വെന്യൂ നോക്കുക, അതിനെപ്പറ്റി ടെൻഷൻ അടിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ അവളുടെ സിനിമ കാണാൻ ഞാൻ പോവാ. ഓക്കെ ആയിക്കോട്ടെ. അപ്പൊ യൂട്യൂബ് എടുത്ത് അപ്പം അവിടെ ഞാൻ ഇതിലൊരു മൂവി ഞാൻ തിയേറ്ററിൽ പോയി കണ്ടില്ല. പക്ഷെ ചതുരമൊക്കെ കണ്ടു. വാസന്തി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു. കാരണം ഒരു ആ ഒരു ക്യാരക്ടറിന് കുറെ ലേയേഴ്സ് ഉണ്ടായിരുന്നു. ഹൗ ദ ക്യാരക്ടർ സ്റ്റാർട്ടഡ്, അതിന്റെ ആ ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു, ഒരു അൺനോൺ ഒന്നും അറിയാത്തൊരു പെൺകുട്ടി അവസാനം എങ്ങനെ എത്തുന്നു, എങ്ങനെ പോകുന്നു, അതായത് അത് കുറെ ലേയേഴ്സ് ഉണ്ട് ആ ഒരു ക്യാരക്ടറിന്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ സിനിമ ലബർപന്ത് തിയേറ്ററിൽ കണ്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അയ്യോ ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവി. ഞാൻ കാരണം അത് വീണ്ടും തലേ ദിവസം പറഞ്ഞു, അതെ പടം അത്ര കൊള്ളത്തില്ല. ചുമ്മാ ക്രിക്കറ്റ് അറിയില്ല, അതാ അതുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്ത. നമുക്ക് സ്പോർട്സ് പേഴ്സണ് സ്പോർട്ട് മൂവി വേണം, നമുക്കൊരു ഹരം ഉണ്ടാവുമല്ലോ, സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവർക്ക്. അപ്പൊ എനിക്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടം, പ്രാന്താണ്. അപ്പൊ ഇത് അറിയത്തില്ല. അപ്പൊ തലേദിവസം പറഞ്ഞു പടം അത്ര പോരാ, പക്ഷെ എന്റെ ക്യാരക്ടർ നോക്ക്, എന്റെ ക്യാരക്ടർ നോക്കിയിട്ട് അന്വേഷിച്ചിട്ട് പറയണം. ഞാൻ അങ്ങനെ വിചാരിച്ചു. കാരണം എനിക്ക് മനസ്സിലായില്ല സ്പോർട്സിന്റെ പല കാര്യങ്ങളും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഈ പല ടേംസും നമുക്ക് ഒരാളെ ബോൾ എറിയുമ്പോൾ ഔട്ട് ആവുന്നു, നമുക്ക് ആ ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. ആ സംഭവം ഒന്നും അറിയത്തില്ല. അപ്പം പക്ഷെ ഞാൻ ആദ്യം മുതൽ നമ്മളൊരു മൂവി ഞാൻ യൂഷ്വലി പ്രൊമോട്ട് ചെയ്യുന്ന ഇപ്പൊ നമുക്ക് അറിയാവുന്ന ആൾക്കാർ പോയി അഭിനയിക്കുമ്പോൾ നമ്മൾ പോയി കാണും, അവരെ കാണാൻ വേണ്ടി കാണും. ബട്ട് ഈ മൂവി ഫ്രം സ്റ്റാർട്ട് ടിൽ എൻഡ് ഇസ് എന്റർടൈനിങ്. ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ 2 പ്രാവശ്യം കണ്ടു. ഇപ്പൊ ഇനി വീണ്ടും കാണാൻ പോവാണ്. അതെ, ഇനി വീണ്ടും കാണാൻ പോവാണ്. കാരണം അത് അത്രയ്ക്ക് നല്ല മൂവിയാണ്, കാണാനായിട്ടുണ്ട്. അത് അതിന് മാത്രം ഒരു നാടൻ ഒരു സ്പോർട്സ് ഉണ്ടല്ലോ. നമ്മൾ ഡൽഹി കാണുന്ന ക്രിക്കറ്റ് ഫുട്ബോൾ അല്ലാതെ നാടൻ നമ്മൾ പണ്ട് കൊച്ചിലെ കളിച്ച ഒരു റൈവലറി ഉണ്ടാവുമല്ലോ. നമ്മൾ കളിക്കുമ്പോൾ നിന്നെ ഞാൻ ഔട്ടാക്കും, നിന്റെ ബോൾ 6 അടിക്കും എന്ന് പറയുന്ന ആ ഒരു റൈവലറി, ആ ഒരു ഈഗോന്റെ ആളാണ്. ആരെയും ഇങ്ങനെ തൊഴിച്ചിട്ടില്ലേ ഫുട്ബോൾ കളിക്കുന്ന സമയത്തുണ്ട്. അത് വേറെ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഇഷ്ടമാവും. അപ്പൊ ആ ഒരു എന്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ചെറിയ കാര്യത്തിലാണോ ഇവര് വഴക്കുണ്ടാക്കുന്നത് തോന്നും. പക്ഷെ അതിനൊരു ഹരം മനസ്സിലാവുന്നവർക്കാണ് ഇതൊരു ചെറിയ കാര്യമല്ല തോക്കുന്നത് മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ ഒരു മൂവിയാണ്. കാരണം അത് ക്രിക്കറ്റ് മാത്രമല്ല, അതാണ് ആ മൂവിയുടെ നറേഷൻസ് ലൈക്ക് റിയലി ഗുഡ്. ലൈക്ക് നമ്മൾ ഇമോഷൻസ്, ഫാമിലി ഡ്രാമ വരുന്നുണ്ട്. സ്വാസികയുടെ റോളും സഞ്ജനയുടെ റോള്, ഇവരാണ് പേരായിട്ട് അഭിനയിക്കുന്നത്. ഹരീഷിന്റെയും അട്ടക്കട്ട് ദിനേശിന്റെ പേരായിട്ട് അഭിനയിക്കുന്നത്. അപ്പം അവര് തമ്മിലുള്ളൊരു പ്രോബ്ലംസ് ഉണ്ടാവുന്നത്, വീട്ടിലുണ്ടാവുന്ന പ്രോബ്ലംസ്, അതിന് കുറെ അതെല്ലാം നാടൻ ഹീറോസിന്റെ ഒരു സ്വാഗില്ലേ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അവര് കുറെ പേര് 10 പേര് ഇടിച്ചിടുക അല്ലെങ്കിൽ അങ്ങനെ സാധനം ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഈ ഗ്രൗണ്ടിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ നാടൻ ആൾക്കാര് മീശ വിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെ നോക്കുമ്പോ ഉണ്ടാവുന്ന ഒരു ഇതുണ്ടല്ലോ. നമുക്ക് ടീമിലെ സ്റ്റാർ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ കുറെ അവരിപ്പം ഔട്ട് ആയി കഴിഞ്ഞപ്പോ അവർക്കൊരു ഈഗോ, അവർക്ക് ഭയങ്കര ഹേർട്ട് ആവും. ഇത്ര ആൾക്കാർ കാണുന്നു ഇവര്, അങ്ങനെ സംഭവം. സച്ചിനൊക്കെ ഔട്ട് ആകുമ്പോൾ അവർക്കൊരു മൈൻഡ് സംഭവം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു സംഭവമാണ് ഇവിടെ പ്ലേ ഔട്ട് ചെയ്തത്. പക്ഷെ ഇതൊരു നാടൻ രീതിയിൽ നടക്കുന്നത്. പക്ഷെ അപ്പൊ അതിന്റെ ഒരു ഹരം അല്ലെങ്കിൽ ആ ഒരു സംഭവം നമുക്ക് സ്പോർട്സ് ഇഷ്ടപ്പെടുന്നത് പെട്ടെന്ന് ഇഷ്ടപ്പെടും മൂവി. അപ്പം ആദ്യം മുതൽ അവസാനം വരെ എന്റർടൈൻമെന്റ് ആണ്. ആൻഡ് സ്വാസികയുടെ ആക്ടിങ് കണ്ട് ഞെട്ടിയോ? കാരണം ആദ്യമായിട്ടല്ലേ തിയേറ്ററിൽ കാണുന്ന സ്വാസിക? അത് ഞാൻ കുറെ പ്രതീക്ഷയാണ്, എനിക്കറിയാം. എപ്പോഴും ഞെട്ടാൻ എനിക്ക് എല്ലാ ദിവസം കാണുന്നില്ലേ? ഞാൻ അഭിനയിക്കുകയാണെന്നല്ല അപ്പൊ അതല്ലേ പറയാൻ വന്നത്. ഇല്ലില്ല, അത് എന്നെക്കാളും കൂടുതൽ എനിക്ക് ഞാൻ എന്റെ സീരിയലുള്ള ആൾക്കാരെല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു സിനിമ കാണിക്കാൻ. എനിക്ക് അവരുടെ അഭിപ്രായം എന്ന് അറിയേണ്ടത്.
എല്ലാ ഹാഫ് ടൈം കഴിഞ്ഞപ്പോ എല്ലാരും ചോദിച്ചു ഇങ്ങനെയാണോ വീട്ടിൽ നിന്ന്, കാരണം ആ രീതിയിലാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞു, പാവാണെന്ന് പറഞ്ഞു. അപ്പം പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഡയലോഗ്സ് കുറവാണെങ്കിൽ നോട്ടങ്ങളും പല പല ഇൻസ്റ്റൻസസ് ഒക്കെ ഉണ്ട്. ആ ജസ്റ്റിസിനാണ് മൊത്തം ഒരു ഞാൻ ചെയ്തിരിക്കുന്ന ഇത്രയും നാളും ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒന്നാമത് ഇത്രയും മെച്യൂർഡ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് മാത്രമല്ല തമിഴും കൂടിയാണല്ലോ. അപ്പൊ അവരുടേതായിട്ടുള്ള ചില ബോഡി ലാംഗ്വേജ്, നമ്മുടെ നാട്ടിലെ ചേച്ചിമാര് നടക്കുന്ന പോലെ അല്ലെങ്കിൽ അവര് സംസാരിക്കുന്ന പോലെ അവരുടെ ജസ്റ്റേഴ്സ് ഒന്നും അല്ല. തമിഴ്നാട്ടിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ് വില്ലേജ് ചേച്ചിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു സംഭവം പിടിക്കുക, അവരുടെ കൂടെ ആ ഒരു നടത്തം ഇരുത്തമൊക്കെ നല്ല കറക്റ്റ് ആയില്ലെങ്കിൽ തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് അത് ഇഷ്ടമാവില്ല, മനസ്സിലാവും അവർക്ക്. അപ്പൊ അതൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് അങ്ങനെ ഞാൻ വളരെ ബുദ്ധിമുട്ടി അല്ലെങ്കിൽ കുറെ ഹോംവർക്ക് ഒക്കെ ചെയ്ത് അങ്ങനെ ചെയ്ത ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതിനിപ്പോ കുറെ നല്ല അപ്രിസിയേഷൻ കിട്ടുന്നു, തിയേറ്ററിൽ നല്ല റെസ്പോൺസ് കിട്ടുന്നു. വെട്രിമാറൻ സാർ, വിജയ് സേതുപതി സാർ, സുധ കൊങ്കര എല്ലാരും വിളിച്ചു. വലിയ സംഭവമാണ്, കാരണം അവിടുത്തെ മെയിൻ ഡയറക്ടേഴ്സ് എല്ലാരും പേഴ്സണലി കോൾ ചെയ്യാന്ന് ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. സോ അപ്പൊ അത്രയും പെർഫോം ചെയ്തുകൊണ്ട് മാത്രമാണ് വിളിച്ചത്. അതൊരു എന്താ പറയാ, ഒരു വലിയൊരു എനിക്ക് പേഴ്സണലി ഒരു സന്തോഷം, അതൊരു ഷോക്ക്ഡായി ഞാൻ. അപ്പൊ നമ്മൾ ചെയ്തത് എവിടേക്കോ അതിലൊരു നല്ലതുണ്ട് എന്നൊരു തോന്നൽ വന്നു. ആൻഡ് മൊത്തം മൂവി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം സ്പോർട്സിന്റെ കാര്യം നമുക്ക് അറിയാത്തതുകൊണ്ട് മേ ബി ആ ഒരു കണക്ഷൻ കിട്ടാനൊരു പാടുണ്ടായിരുന്നു. പക്ഷെ അല്ലാത്ത ആൾക്കാർക്ക് ആൻഡ് തമിഴ് ഓഡിയൻസിന് സ്പെഷ്യലി ഇത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അവർക്ക് ഡേ ടു ഡേ ലൈഫിൽ അവർ കാണുന്ന പല കാര്യങ്ങളും ഈ സിനിമയിലുണ്ട്. അവരുടെ ഈ ചായക്കട ആയിക്കോട്ടെ, അവരുടെ ബസ് സ്റ്റാൻഡ്, അവരുടെ പൊറോട്ട കട, അവരുടെ ഗ്രൗണ്ട്, അവരുടെ പാൽക്കട, ഫോൺ കട, ഇതൊക്കെ അവർക്ക് അതിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ അവർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കൂട്ടുകാർ തമ്മിലുള്ള സംസാരമൊക്കെ, അത് തന്നെ. അപ്പൊ അതുകൊണ്ട് തിയേറ്ററിൽ ഞാൻ അഭിനയിച്ചുകൊണ്ട് ഇത് പറയല്ല, തിയേറ്ററിൽ ഫസ്റ്റ് സീൻ മുതൽ ക്ലാപ്പാണ്. ഫസ്റ്റ് ഒരു 2 ചെറിയ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് പറയുന്നുണ്ട്. ഇളയരാജ മ്യൂസിക് ഡയറക്ടറേയും വേറൊരു മ്യൂസിക് ഡയറക്ടർ ദേവ എന്ന് പറഞ്ഞിട്ട്, ഈ 2 മ്യൂസിക് ഡയറക്ടേഴ്സിനെ വെച്ചിട്ട് ഒരു ഡയലോഗിലാണ് സിനിമ തുടങ്ങുന്നത്. ആ സമയം മുതൽ ക്ലാപ്പാണ്, അത് തീരുന്നവരെ ക്ലാപ്പാണ്. അപ്പം അതൊന്നും എനിക്ക് മനസ്സിലായില്ല തമിഴിന്റെ ആ ഒരു എന്താണ് ആ പവർ എന്നുള്ളത്. പക്ഷെ തമിഴ് ഓഡിയൻസിന് ഇളയരാജ എന്ന് പറയുന്നതും ഒരു ഹരമാണ്, ദേവ എന്ന് പറയുന്നത് ഹരമാണ്, നമ്മുടെ ക്യാപ്റ്റൻ വിജയകാന്ത് അത് അവർക്കൊരു ഹരമാണ്. അപ്പൊ വിജയകാന്ത് സാറിന്റെ ഒക്കെ പാട്ട് ഈ സിനിമയുടെ ഭാഗത്തിൽ വരുമ്പോഴൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ ഇങ്ങനെ നമ്മള് അഭിനയിച്ച സിനിമയിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിങ്ങനെ തിയേറ്ററിലെ ആൾക്കാർ ടവലൊക്കെ ഇങ്ങനെ എടുത്ത് കറക്കി പേപ്പറൊക്കെ ഇങ്ങനെ ഇടുന്നത്. നമ്മൾ വിജയ് സാറിന്റെ ഒക്കെ അല്ലെങ്കിൽ അജിത് സാറിന്റെ സിനിമയിലെ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ അഭിനയിക്കുന്ന സിനിമയിൽ ഇങ്ങനെയൊക്കെയെന്ന് പറയുമ്പോ എനിക്ക്, അതുപോലെ ഞാനൊക്കെ പറയുന്ന ഡയലോഗ്സിനൊക്കെ കൈയടിക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര അല്ല ഞാൻ പറഞ്ഞത് അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഈ ഡയലോഗിന് ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും തിയേറ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അവർക്കത് കണക്ട് ആവുന്നതെന്ന് വെച്ചാൽ അവരുടെ ഡെയിലി ലൈഫിൽ ആ റുട്ടീന്റെ ഭാഗമായതുകൊണ്ടാണ് അവർക്കത് കണക്ട് ആവുന്നത്. അപ്പൊ അതൊരു സംഭവമാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ പ്രേമിലേക്ക് വരുമ്പോഴേക്കും ഇപ്പം തമിഴ് സീരിയലിലെ ആക്ട്രസിന്റെ കൂടെ ഉള്ള റീൽസ് ഒക്കെ അതിനും ഭയങ്കര ഫാൻസ് ഉണ്ട്, വൈറലാവുന്നുണ്ട്. ഇവരൊരുമിച്ചിരുന്നേ അതിൽ ചില കമന്റ്സ് കാണാറുണ്ട്, സ്വാസിക ഇതൊന്നും കാണുന്നില്ലേ, അല്ലെങ്കിൽ എന്താ 10 missed calls from സ്വാസിക. അത് എന്താ പറയാ, എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞിട്ട് നേരെ പോയത് ഇവർ ഈ ഷൂട്ടിലേക്കാണ് പോയത്. അപ്പൊ ആ സമയത്ത് സാധാരണ ഇടുന്നതിനേക്കാളും പതിവിൽ കൂടുതലായിട്ട് ഇത് റീൽസ് ഇട്ടു. കല്യാണത്തിന് മുമ്പ് അത്രയും റീൽസ് ഇട്ടിട്ടില്ല, പക്ഷെ ആ സമയത്ത് പതിവിൽ കൂടുതൽ ഡെയിലി റീൽസ്, ഫോട്ടോസ് ഒക്കെ. അപ്പൊ ആൾക്കാര് കല്യാണം കഴിഞ്ഞിട്ട് 8 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആൾക്കാർക്ക് അത് ഭയങ്കര ഒരു ക്യൂരിയസ് ആയിട്ട് അവർ ഇതൊന്നും കാണുന്നില്ല സ്വാസിക എന്താ മറ്റത് മറിച്ചതൊക്കെ ഭയങ്കര കമന്റ്സ്. എനിക്ക് പേഴ്സണലി ഇൻബോക്സിൽ വന്നിട്ട് മെസ്സേജ് ചെയ്യും, എന്നാ പ്രേമ അന്താ പൊണ്ണു കൂടെ സുത്തിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ പറയൂല്ലോ ചില ആൾക്കാരുടെ വാക്കുകൾ ഒരു നമുക്ക് ചില സമയത്ത് എന്താണത് ഇങ്ങനെ ഒരു ഇറിറ്റേറ്റഡ് ആവും ഇവരുടെ ഈ സംസാരം. പിന്നെ ഓക്കെ അത് വിട്ടെങ്കിൽ പോലും ഇത് എല്ലാ ദിവസവും ഇത് തന്നെ ആൾക്കാര് വിളിച്ചിട്ട് പറയാം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഞാനാണ് ഈ കമന്റ്സ് ഒക്കെ നോക്കുന്ന ആളാണ്, എല്ലാം നോക്കി ഇറിറ്റേറ്റഡ് ആവുന്ന ആളാണ്, വിടുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നോക്കുമ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും ഈ ആൾക്കാർക്ക് വേറെ ഒരു പണിയില്ലേ, വെറുതെ നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങളെ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് കുറെ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അപ്പം ആ റീൽസ് ഒക്കെ വൈറലായി. അത് അവരുടെ സീരിയലിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമാണ്.
ഞാൻ സീരിയൽ ചെയ്തോളൂ നമ്മളിത് ചെയ്തിട്ടുണ്ട്, എല്ലാ ആക്ടേഴ്സും ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അത് നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. പക്ഷെ ആൾക്കാർ അതിന് വേറെ രീതിയിലാണ് കാണുന്നത്. കല്യാണം കഴിഞ്ഞ ഉടനെ വേറെ പെണ്ണിനോട് സുത്തിയിട്ട് റീൽസ് എടുത്തിട്ട് ഇരിക്കെ. പിന്നെ ചില ആൾക്കാര് പ്രേം സ്വാസിക കൂടെ ചിരിക്കുന്നേ ഇല്ല, സ്വാസികയുടെ ഹാപ്പി അല്ല, இந்த പൊണ്ണു കൂടെ ഭയങ്കര ഹാപ്പിയാ ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞ കമന്റ് എന്തെങ്കിലും കാണാറുണ്ടോ? കാണുന്നൊക്കെ ഉണ്ട്, ഞാൻ മൈൻഡ് ഒന്നും ചെയ്യാറില്ല. വെറുതെ എന്തിനാണ് ചുമ്മാ നമ്മൾ ചുമ്മാ ആലോചിച്ചിട്ട് ടെൻഷൻ കൂട്ടുകാരല്ല പറയാൻ കാര്യമൊന്നുമില്ല. അതാ പറഞ്ഞു, സീരിയല് പ്രൊമോഷൻ നമ്മൾ ചെയ്യുന്ന മാത്രമേ അതങ്ങനെ ഇത് കണക്കാക്കത്തുള്ളൂ. ശരി, നമ്മളിപ്പോ സ്വാസിക സീരിയൽ സ്റ്റാർട്ട് ചെയ്തപ്പം ഭയങ്കര ഒരു ഫേമസ് സീരിയൽ ആയിരുന്നു സീത. അപ്പം അതിലാണെങ്കിലും ഭയങ്കര ഒരു റൊമാൻസ് കാണിക്കുന്ന സീരിയൽ ആയിരുന്നു. അപ്പം നിങ്ങൾ തമ്മിൽ ഷാനവാസ് ആ ഒരു ക്യാരക്ടർ അതിനകത്ത് ഇന്ദ്രൻ ഓക്കെ. അപ്പം ആ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള സ്നേഹം, റൊമാൻസ്, അത് സ്റ്റാറ്റസ് ആവുന്ന അങ്ങനെയാണ്. അപ്പം ആ ഒരു ട്രെൻഡ് സീരിയൽ കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നു സീത. ഡെഫിനറ്റ്ലി നമ്മൾ അല്ലെ? ഇപ്പൊ ഒരുപാട് ഉണ്ട്. അവര് ഞാൻ ഇപ്പൊ ഏഷ്യാനെറ്റിൽ ഒരു സീരിയലിലെ പിള്ളേര് അവര് ഞാൻ നേരിട്ട് കണ്ടപ്പോ അവര് ഒരു ചേച്ചി നിങ്ങൾ തുറന്നു വെച്ച വഴിയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ ഞാൻ ആണോ, ഓ നന്നായി വരും നല്ല വഴിയാ പൊക്കോളൂ. അല്ല, അത് ആക്ച്വലി അത് നല്ലതാണ്. ഇപ്പൊ ആ ഒരു, കാരണം ഞാൻ പറഞ്ഞില്ല, എന്നും സിനിമയിലായിക്കോട്ടെ സീരിയലിലായിക്കോട്ടെ നാടകം എല്ലാത്തിലും ഈ പ്രണയം എന്ന് പറയുന്നത് ഒരു, അല്ലെങ്കിൽ ഈ ഇന്റിമസി എന്ന് പറയുന്നത് എന്നും ഒരു ആൾക്കാർക്ക് കാണാൻ ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യമാണ്, ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ആൻഡ് റിയൽ ലൈഫിൽ എല്ലാവരും ഇതേപോലെ ആവണം എന്നില്ല. അപ്പൊ നമ്മുടെ റിയൽ ലൈഫിൽ നടക്കാത്ത പല കാര്യങ്ങളും നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടം, അതുകൊണ്ട് അത് കാണുന്നതാണ്. അപ്പൊ ഞങ്ങളുടെ സീരിയലിൽ അത് വന്നപ്പോഴും ഞങ്ങളുടെ സീരിയലിന് ഭയങ്കരമായിട്ടുള്ള ഒരു വ്യൂവർഷിപ്പ് കൂടി, നല്ലൊരു മാറ്റം ഉണ്ടായി. ഇപ്പൊ അഗൈൻ ഇവരുടെ സീരിയലിനും അതുവരെ ഇല്ലാത്ത ഒരു ഹൈപ്പാണ് അത് കിട്ടിയത്. അപ്പൊ അത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ ആൾക്കാർ എന്തിനാണ് കാണിക്കണമെന്നൊക്കെ ചോദിക്കുമെങ്കിൽ പോലും അത് കാണാൻ ആൾക്കാരുള്ളത് കൊണ്ടാണ് ആ സീരിയൽ കയറുന്നത്. അപ്പൊ നമ്മൾ അവരുടെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ ആക്ട്രസ് ആണെന്ന് തോന്നുന്നു പറഞ്ഞു, നമ്മളെ സ്വാസിക ചേച്ചിയാണ് നമ്മളുടെ ആ ഒരു. എന്നെ നേരിട്ട് കണ്ടപ്പോ പറഞ്ഞു, അവര് ഏഷ്യാനെറ്റ് അവാർഡ്സിൽ പോയി പറഞ്ഞു. ആദ്യം കണ്ടപ്പോ തന്നെ അങ്ങനെ പറഞ്ഞു, ചേച്ചി നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങളെന്ന് പറഞ്ഞപ്പോ ഞാൻ നല്ലതല്ലേ, ചെയ്യൂ അങ്ങനെ വേണം എന്ന് പറഞ്ഞു. ഇപ്പം ചില പൊതുവെ ഒരു കല്യാണം കഴിഞ്ഞു കഴിയുമ്പം ആക്ട്രസിന് ചെറിയ രീതിയിൽ ഇപ്പം റെസ്ട്രിക്ഷൻസ് വരാറുണ്ടെന്ന് പബ്ലിക്കിന് ഒരു തോന്നലുണ്ട്. അപ്പം ഇനി ഇപ്പം ചതുരം പോലെയുള്ള സിനിമകളോ അല്ലെങ്കിൽ അതുപോലുള്ള ഇന്റിമേറ്റ് രംഗങ്ങൾ വരുന്ന ചിത്രങ്ങൾ ഇനി സ്വാസിക മാരേജിന് ശേഷം ഇനി തിരഞ്ഞെടുക്കില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? തീരുമാനം എടുത്തിട്ടുണ്ടോ? ഞാൻ എടുത്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ അതിനെപ്പറ്റി തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരികയാണെങ്കിൽ അത് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ, അതിന്റെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞ്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം ഇപ്പൊ വെറുതെ അങ്ങനത്തെ സീൻസ് ഒക്കെ കുത്തിക്കയറ്റി ഉണ്ടാവുന്ന സിനിമകളുണ്ടല്ലോ, അത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അതല്ലാതെ അത്രയും ആ സിനിമ വാല്യൂബിൾ ആണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അത് ചെയ്യുന്നതിൽ അങ്ങനെ ഒരു തെറ്റ് ഇല്ല, അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എനിക്ക് അങ്ങനെ ഒരു ഓഫർ വന്നപ്പോ ഞങ്ങളുടെ ഒരു കോൺവെർസേഷന്റെ ഇടയിൽ ഇങ്ങനെ ഞാൻ സംസാരിച്ചപ്പോ എന്റെ അടുത്ത് ആദ്യം പറഞ്ഞ ഇതിപ്പോ എന്താ, അതിപ്പോ ഓൾറെഡി ചെയ്തൊരു കാര്യമല്ലേ, അപ്പൊ ആ ഒരു ഷെല്ല് ബ്രേക്ക് ആയി, എന്തായാലും ആ ഒരു ഇൻഹിബിഷൻ മാറി. അപ്പൊ ഇനിയിപ്പോ വീണ്ടും ചെയ്യുന്നതിൽ എന്താ തെറ്റ്, അത് ചെയ്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, എനിക്കും നാളെ അങ്ങനെ സീനൊക്കെ വന്ന് ചെയ്യണ്ടേ, നീ പോയി ചെയ്യേ. അതാ ഞാൻ ചോദിക്കാൻ വരുന്നത്. തിരിച്ചിപ്പം പ്രേമിനൊപ്പം അങ്ങനെ ഒരു പൊസസീവ്നെസ് ഒക്കെ ഉണ്ടോ? ഇപ്പം സ്ക്രീനിലാണെങ്കിൽ ഇത്ര അധികം തൊട്ടൊരുമയൊന്നും അഭിനയിക്കണ്ട അങ്ങനെയൊക്കെ. അങ്ങനെ അതൊരു ക്യാരക്ടറല്ലേ, നമ്മുടെ പ്രൊഫഷനാണ്. അപ്പോ അങ്ങനെ ഇപ്പൊ ആലോചിക്കാൻ തുടങ്ങിയാല് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. നമ്മുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് പറയുന്നു. അപ്പൊ അതാ പറയുമ്പോ എനിക്ക് അങ്ങനത്തെ റോളോ എന്തെങ്കിലും വന്നാൽ ഞാൻ ചെയ്താലല്ലേ പറ്റുള്ളൂ. ആ ഒരു സംഭവം ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ആദ്യമേ തന്നെ അത് ഓൾറെഡി മൈൻഡില്, കാരണം മേ ബി ഇവർക്ക് കൂടുതൽ അങ്ങനെയുള്ള മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആഡ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു ആഡ് വന്നൂല്ലോ സണ്ണി, ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ പക്ഷെ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് കൂടുതൽ ഇവർക്കാണ്. അപ്പൊ അത് ആദ്യമേ തന്നെ എന്നോട് പറഞ്ഞു, നീ എന്തായാലും പോയി ചെയ്യൂ, എനിക്കും വരുമ്പോ ഞാനും ചെയ്യും. ഇങ്ങനെ അതായത് നമ്മുടെ ഈ ജോലിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൊന്നും പോസിറ്റീവായിട്ട് അങ്ങനെ എനിക്കില്ല. പക്ഷെ ഇനി നേരിട്ട് നമുക്ക് അല്ലാതെ നമ്മൾ റിയൽ ലൈഫിൽ ഇപ്പൊ നമ്മൾ പുറത്ത് പോവാണെന്ന് വിചാരിച്ചു. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും പുറത്ത് പോകുന്ന സമയത്ത് ഇതുപോലെ ഏതെങ്കിലും പെൺകുട്ടി വന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മേ ബി അങ്ങനെ ഒരു പൊസസീവ്നെസ് മതി പോവാം എന്ന് വിളിച്ചുകൊണ്ട് പോവായിരിക്കും. അല്ലാതെ
ക്യാമറയ്ക്ക് മുന്നിൽ ചെയ്യുന്ന കാര്യത്തിൽ പ്രശ്നമില്ല. ഇല്ല. തിരിച്ച് അങ്ങനെ ക്യാമറയ്ക്ക് പിന്നിൽ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. ഉണ്ടോ? തിരിച്ച് അങ്ങനെ ഒരു ഞാൻ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, അപ്പോഴൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് possessive ഒന്നും ഇല്ലേ? അല്ല ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതൊന്നും പറ, കേൾക്കുന്ന എക്സ്പ്രസീവ് കാണിക്കുന്നില്ലല്ലോ. അതല്ലേ അല്ല അത് കാണിക്കണം അല്ലേ? കാണിച്ചില്ല. ഞാൻ എന്തോ ഒരു കാര്യത്തിന്, ഞാൻ എപ്പോഴും ഒരു കാര്യത്തിന് വേണ്ടി ചോദിച്ചു, അതെന്തായിരുന്നു, ഞാൻ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തോ ഇതുപോലെ ആ ആളുടെ അടുത്ത്, നമ്മുടെ ആക്ടറിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കുകയോ അങ്ങനെ എന്തോ ചെയ്തപ്പം ഓൾറെഡി കുഞ്ചു ലൊക്കേഷനിൽ വന്നിരുന്നു. നമ്മുടെ രണ്ടാം പാലക്കാട് ഷൂട്ടില് ധ്രുവ് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടർ ഉണ്ടല്ലോ. അപ്പൊ ആളുടെ കൂടെ ഞാൻ ഇങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോ ഞാൻ റൂമിൽ വന്നപ്പോ ചോദിച്ചു, അയ്യോ അത് എന്ത് തോന്നി, അങ്ങനെ കണ്ടപ്പോ എന്തെങ്കിലും തോന്നിയോന്ന് ചോദിച്ചു. ഇല്ല എന്നാണ് പറഞ്ഞത്. പോസിറ്റീവ് പക്ഷെ ഉള്ളിനുള്ളില് ഇല്ല, അതല്ലേ വിശ്വാസം, അതല്ലേ എല്ലാം എന്ന് പറഞ്ഞത്. അവര് വിശ്വാസത്തിന് പോസസീവ് ആവുന്നത് ഇഷ്ടമുള്ള ഒരാളാ. അവളെ ആവശ്യത്തിന് പോസിറ്റീവ് ആവുന്നുണ്ട്, അത് മതി. എനിക്കും കൂടെ ചേർത്താവുന്നുണ്ട്. ശരി.